ഏത് ജില്ലയിൽ പ്രചാരത്തിലുള്ള നാടൻ കലാരൂപമാണ് യക്ഷഗാനം? കാസർഗോഡ്. പക്ഷികളുടെ രാജാവ് എന്നറിയപ്പെടുന്നത്? ഗരുഡൻ. അടുത്തത്, ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് ഏത് നവോത്ഥാന നായകന്റെ സന്ദേശമാണ്? ശ്രീനാരായണ ഗുരു. കേരളത്തിലെ ആദ്യത്തെ വർത്തമാന പത്രം? രാജ്യസമാചാരം. തമിഴ്നാട്ടിലൂടെ മാത്രം പ്രവേശനമുള്ള കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം? പറമ്പിക്കുളം. കേരളത്തിൽ ചന്ദന മരങ്ങൾ കാണപ്പെടുന്നത് എവിടെയാണ്? ഉത്തരം മറയൂർ. നെക്സ്റ്റ്, കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം? മംഗളവനം. മംഗളവനം എറണാകുളത്താണ് കേട്ടോ. മംഗളവനം എറണാകുളം. ചെറുശ്ശേരി കൃഷ്ണഗാഥ രചിച്ചത് ഏത് രാജാവിൻ്റെ ആജ്ഞപ്രകാരമാണ്? ഉദയവർമ്മൻ കോലത്തിരി. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല? ആലപ്പുഴ. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ. കേരളത്തിലെ ഏക കന്യാവനം എന്നറിയപ്പെടുന്നത്? സൈലന്റ് വാലി. സൈലന്റ് വാലിയാണ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഏതാണ്? ഉത്തരം ഗോവയാണ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഗോവ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിച്ചിരിക്കുന്നത് ഏത് നദിയിലാണ്? ഉത്തരം പെരിയാർ. മയിലുകളുടെ സംരക്ഷണത്തിനായുള്ള കേരളത്തിലെ വന്യജീവി സങ്കേതം? ചൂലന്നൂർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകളുള്ള ജില്ല ഏതാണ്? ഉത്തരം കണ്ണൂർ. ഉത്തരം കണ്ണൂർ. തപാൽ സ്റ്റാമ്പിലൂടെ ആദരിക്കപ്പെട്ട ആദ്യ മലയാളി? ശ്രീനാരായണ ഗുരു. അടുത്തത്, കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട്? മലമ്പുഴ ഡാം. അടുത്തത്, കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം? പാമ്പാടും ചോല. അടുത്തത്, പശ്ചിമഘട്ടത്തിൻ്റെ രാജ്ഞി എന്നറിയപ്പെടുന്ന പുഷ്പം? നീലക്കുറിഞ്ഞി. അടുത്തത്, ഒരു മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഏക വന്യജീവി സങ്കേതം? ശെന്തുരുണി വന്യജീവി സങ്കേതം. ബീഹാറിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏത്? ഉത്തരം കോസി. അടുത്തത്, മലയാളത്തിലെ ആദ്യ ശബ്ദ ചലച്ചിത്രം? ബാലൻ. ഉത്തരം ബാലൻ. ലോക ജനസംഖ്യാ ദിനം എന്നാണ്? ജൂലൈ 11. ലോക ജനസംഖ്യാ ദിനം ജൂലൈ 11. രേവതി പട്ടത്താനം ഏത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തളി ക്ഷേത്രം. അടുത്തത്, കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ജില്ല? കാസർഗോഡ്. കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്ത് കാസർഗോഡ്. പാവപ്പെട്ടവൻ്റെ കഥകളി എന്ന് വിശേഷിപ്പിക്കുന്ന കലാരൂപം? ഓട്ടൻതുള്ളൽ. കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന ജില്ല? പാലക്കാട്. ഉത്തരം പാലക്കാട്. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി? സരോജിനി നായിഡു. കേരളത്തിൻ്റെ വൃന്ദാവനം എന്നറിയപ്പെടുന്നത്? മലമ്പുഴ. ലോക വനിതാ ദിനം? മാർച്ച് 8. ലോക വനിതാ ദിനം മാർച്ച് 8.